എക്സാലോജിക് കേസിൽ SFI ഉദ്യോഗസ്ഥർ തന്നിലേക്ക് എത്തുമോ എന്ന ഭയമാകാം വീണ വിജയൻ കോടതിയെ സമീപിക്കാനുള്ള കാരണമെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ്. KSIDCയിലും CMRLിലും നടത്തിയ അന്വേഷണത്തിൽ SFI ഉദ്യോഗസ്ഥർക്ക് വീണയിലേക്ക് എത്താനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാവാം. വീണയ്ക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. AKG സെന്ററിലേക്കോ ക്ലിഫ് ഹൗസിലേക്കോ അന്വേഷണം എത്തിയേക്കാമെന്നും ഷോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നതെന്നും ഷോൺ ചോദിച്ചു. വീണയ്ക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ കോടതിയെ സമീപിക്കാൻ വീണയ്ക്ക് നോട്ടീസിൻ്റെ ആവശ്യമില്ല. കാരണം എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം എന്ന് കൃത്യമായി പരാമർശിച്ച സാഹചര്യത്തിൽ വീണയ്ക്ക് കോടതിയെ സമീപിക്കാൻ വീണയ്ക്ക് നോട്ടീസ് ലഭിക്കേണ്ട ആവശ്യമില്ല. KSIDCയിലും CMRLിലും നടത്തിയിട്ടുള്ള എൻക്വയറിയിലും സെർച്ചിലും വീണയിലേക്ക് എത്താനുള്ള ഗ്രാവിറ്റിയുള്ള സബ്സ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമല്ലോ നമുക്ക് കരുതാൻ. എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഭയപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം സംശയം. മടിയിൽ കനമില്ല എന്നുള്ള ആ വാദമൊക്കെ പോയല്ലോ. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? മടിയിൽ കനമില്ലെങ്കിൽ ധൈര്യമായിട്ട് എനിക്കിതിന് അന്വേഷണം വരിക. ഞാൻ ഉറപ്പിച്ച് പറയും, ധൈര്യമായിട്ട് അന്വേഷിച്ചു. ഏത് ഏജൻസി അന്വേഷിച്ചാലും. അപ്പോൾ ഇതെവിടെയെങ്കിലും സൂക്ഷിച്ചിരിക്കണം. അത് ചിലപ്പോൾ AK സെന്ററിലാകാം, ചിലപ്പോൾ ക്ലിഫ് ഹൗസിലാകാം, ചിലപ്പം മന്ത്രിമന്ദിരത്തിലാകാം, അല്ലെങ്കിൽ പിണറായിലെ വീട്ടിലാകാം. അത് എവിടെയാണെന്ന് അവർ പറയേണ്ടി വരും. അവർക്ക് SFIയുടെ അന്വേഷണത്തിൽ അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ വീണയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കയറാൻ SFIക്ക് അധികാരമുണ്ട്. TP പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നു. TP പ്രശാന്ത്, ഇന്നലെ AK ബാലൻ ഈ ഹർജിയെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള മറുപടിയാണ് ഷോൺ ജോർജ് നൽകിയത്. ഇതിൽ ഷോൺ ജോർജ് പറയുന്നത് ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. KSIDCയിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിൽ KSIDC കോടതിയെ സമീപിക്കുന്നു. C വൈദ്യനാഥനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരെ ഇറക്കുന്നു. അപ്പോൾ ഭയം തന്നെയാണ് ഈ ഹർജിക്ക് പിന്നിലുള്ളത്. അന്വേഷണം എപ്പോൾ വേണമെങ്കിലും എത്താം. ഒരുപക്ഷെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവാം, അത് തനിക്ക് അറിയില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ TP പ്രശാന്ത്? കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങി എന്ന ആരോപണത്തിൽ വീണയ്ക്ക് ഇതുവരെ SFIO നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽകാത്ത ഈ സാഹചര്യത്തിലും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ഭയന്നാണെന്നാണ് ഷോണിൻ്റെ ആരോപണം. മാത്രമല്ല KSIDCയിലും CMRLിലും അടക്കം SFIO ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ നിന്ന് ഒരുപക്ഷെ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാകാം. ഈ തെളിവുകൾ തന്നിലേക്ക് എത്തുമോ എന്നുള്ള ഭയമായിരിക്കാം ഒരുപക്ഷെ വീണയെ ഇത്തരത്തിൽ ഒരു കോടതിയെ സമീപിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മടിയിൽ കനമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് ഷോൺ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും എക്സാലോജിക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ ലഭിച്ച തുക എടുത്തുകൊണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിലടക്കം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി 1 ലക്ഷം രൂപയും പിന്നീട് 78 ലക്ഷം രൂപ വായ്പയുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിക്ഷേപമൊഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചതെന്ന് വീണ പറയേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ പണത്തിൻ്റെ സ്രോതസ് എവിടെ നിന്ന് ആണ് എന്നുള്ളത് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ പൊളിയും എന്നാണ് ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും CMRൽ നിന്നും അതുപോലെ തന്നെ KSIDCയിൽ നിന്നുമെല്ലാം തന്നെ SFIO ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ തങ്ങൾക്ക് എതിരാണ് എന്നുള്ളത് ഒരുപക്ഷെ വീണയ്ക്ക് ബോധ്യമായിട്ടുണ്ടാകാം. ഈ ഒരു സാഹചര്യത്തിലായിരിക്കും വീണ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വീണയുടെ കമ്പനിയുടെ അഡ്രസ്സ് AKG സെൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മേൽവിലാസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കമ്പനി അവിടെ നിന്നും നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ രേഖകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ AKG സെൻറ്ററിലാണോ, അല്ലെങ്കിൽ അത് പിണറായിലെ വീട്ടിലാണോ, ക്ലിഫ് ഹൗസിലാണോ, മന്ത്രിമന്ദിരത്തിലാണോ? ഇവിടെയെല്ലാം ഒരുപക്ഷെ SFIO ഉദ്യോഗസ്ഥർ എത്തിയേക്കാം എന്നുള്ളതാണ് ഷോൺ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ആരോപിക്കുന്നത്. കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്നതാണ് ഷോൺ ഉയർത്തുന്ന പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യവും മറുപടിയും. ഓക്കെ, TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഷോൺ ജോർജിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ സ്റ്റേ വേണമെന്ന ആവശ്യവുമായി പോയത് SFIO അന്വേഷണത്തെ ഭയന്നുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജും ആരോപിക്കുന്നത്. ഇന്നലെ AK ബാലൻ പറഞ്ഞത് തങ്ങൾക്കൊരു ഭയവുമില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഹർജി എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും ഇത്തരമൊരു കേസിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ തിടുക്കപ്പെട്ടുള്ള SFIOയുടെ 212 ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം, 210 മതിയുള്ള അന്വേഷണം മതി എന്ന് നേരത്തെ തന്നെ പരാതിക്കാരൻ പറഞ്ഞ സാഹചര്യത്തിൽ എന്തിനായിരുന്നു, അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിനുള്ള അവകാശമുണ്ട് വീണ വിജയന് എന്നാണ് ഇന്നലെ AK ബാലൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത് അങ്ങനെയല്ല, അന്വേഷണം തന്നിലേക്ക് എത്തുന്നു എന്നതറിഞ്ഞതിലുള്ള ഭയമാണ് വീണ വിജയനെ കൊണ്ട് ഈ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഹർജി നൽകാനുള്ള കാരണം എന്നാണ്.